ഓക്കെ, അടുത്തതായിട്ട് നമുക്കൊരു ലാസ്റ്റ് തിയറം ഉണ്ട് നമ്മുടെ ഡിഫറൻസ് ഓഫ് പ്രൊജക്ഷൻസ് എപ്പോഴാണ് പ്രൊജക്ഷൻ ആകുന്നുള്ളതാണ്. സോ ഓൾറെഡി നമ്മൾ പ്രൊജക്ഷൻ ഡിസ്കസ് ചെയ്താണ്. പ്രൊജക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബൗണ്ടഡ് ലീനിയർ ഓപ്പറേറ്റർ വിത്ത് പ്രോപ്പർട്ടി ദാറ്റ് പി സ്ക്വയർ ഈസ് ഈക്വൽ ടു പി ആൻഡ് ഓൾസോ പി ഈസ് സെൽഫ് അഡ്ജോയിന്റ് ആണ്. സോ അതിൻ്റെ കുറേ പ്രോപ്പർട്ടീസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. അതുകൊണ്ട് കുറേ ഇക്വലൻസ് കണ്ടീഷൻസ് ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു കഴിഞ്ഞ ക്ലാസ്സിൽ. ഇനി നമ്മൾ എപ്പോഴാണ് ഒരു പി വണ്ണും പി ടുവും പ്രൊജക്ടറാണ് പ്രൊജക്ഷൻസ് ആണെങ്കിൽ പി ടു മൈനസ് പി വൺ, സോ അതിനെ പി എന്ന് വിളിക്കുകയാണ്. സോ പി ഈസ് ഈക്വൽ ടു പി ടു മൈനസ് പി വൺ വിൽ ബി എ പ്രൊജക്ഷൻ വെൻ your y1 is a subset of y2. ഓക്കെ, സോ ദിസ് ഇസ് ഇഫ് ആൻഡ് ഓൺലി കണ്ടീഷൻ ആണ്. ഇവിടെ y1 ഉദ്ദേശിക്കുന്നത് നേരത്തെ പോലെ തന്നെ y1 എന്ന് പറഞ്ഞാൽ p1 ഓഫ് h ആണ്, y2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ p2 ഓഫ് h ആണ്. ഓക്കെ, സോ ഇതാണ് കണ്ടീഷൻ. സോ ലെറ്റ് us write, so this is a projection if y1 is a subset of y2. ഓക്കെ, സോ ആദ്യം നമ്മൾ ചെയ്യാൻ പോകുന്ന സോ ലെറ്റ് p be a projection എന്ന് വിചാരിക്കുക. സോ യു നോ ദാറ്റ് p സ്ക്വയർ ഈസ് ഈക്വൽ ടു p സ്ക്വയർ ആണ്. സോ ദിസ് ഇംപ്ലൈസ് യുവർ p2 മൈനസ് p1 വിൽ ബി ഈക്വൽ ടു p2 minus p1 square ആണ്. So you expand it, so it will be p2 square minus p1 p2 minus p2 p1 plus p1 square ആയിരിക്കും. So that is p2 minus p1 p2 minus p2 p1 plus p1 because p1 p2 projections ആണ്. സോ എനിക്ക് ഇവിടെ കുറച്ച് ടേംസ് ക്യാൻസൽ ഔട്ട് ആവും. സോ ഇവിടെ ഇത് p2 p2 വിട്ടിപ്പോൾ p1 അപ്പുറത്തേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ സോ വിൽ ബി ഗെറ്റിംഗ് 2p1 is equal to p1 p2 plus p2 p1. Okay, so we'll be getting this. ഓക്കെ, ഇനി ഇതിനകത്ത് ഞാൻ ചെയ്യാൻ നേരത്തെ മുമ്പ് ചെയ്ത റിസൾട്ട് പോലെ തന്നെയാണ്. ഇത് ആദ്യം റൈറ്റ് മൾട്ടിപ്ലൈ ബൈ പി ടുയും ലെഫ്റ്റ് മൾട്ടിപ്ലൈ ബൈ പി ടുയും അപ്പോൾ എന്ത് സംഭവിക്കും നോക്കാം. സോ റൈറ്റ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് 2p2 p1 വരും. അപ്പുറത്ത് വരാൻ നേരത്ത് p2 p1 p2 പ്ലസ് p2 സ്ക്വയർ വരും. ഇങ്ങനെ p2 എന്ന് എഴുതുന്നുള്ളൂ ബിക്കോസ് പ്രൊജക്ഷൻ p2 p1 വരും. സോ ദിസ് ഇംപ്ലൈസ് p2 p1 p2 ഈസ് ഈക്വൽ ടു p2 p1. ഓക്കെ, similarly ഇതിനെ വീണ്ടും റൈറ്റ് മൾട്ടിപ്ലൈ ചെയ്യുക വിത്ത് p2. സോ വിൽ ബി ഗെറ്റിംഗ് 2p1 p2. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു p1 p2 സ്ക്വയർ ആണ്, p2 ആവും. വീണ്ടും പ്ലസ് p2 p1 p2 വരും. അഗെയിൻ യു ക്യാൻ സിംപ്ലിഫൈ ദിസ്. സോ ദിസ് വിൽ ബി p2 p1 p2 ഈസ് ഈക്വൽ ടു p1 p2. സോ രണ്ടും LHS സെയിം ആൻഡ് യു ഹാവ് p2 p1 ഈസ് ഈക്വൽ ടു p1 p2 ആണ്. അത് രണ്ടും കൂടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് 2p1 p2 is equal to 2p1 കിട്ടും. സോ അത് ക്യാൻസൽ ചെയ്യുമ്പോൾ യു ഹാവ് അഗൈൻ p1. സോ ഈ റിസൾട്ട് നമ്മൾ കഴിഞ്ഞ തീർത്തി പഠിച്ചാണ്. സോ ദിസ് ഇസ് ഇക്വലന്റ് ടു ദ കണ്ടീഷൻ ദാറ്റ് y1 is a subset of y2. ഓക്കെ, സോ ദിസ് ഇസ് ടു കണ്ടീഷൻ ദാറ്റ് y1 is a subset of y2. ഇനി തിരിച്ചുള്ളത്, അതായത് ബേസിക്കലി ഇഫ് y1 is a subset of y2, എന്ത് പറയാം, y1 is a subset of y2 ആണ് അവിടെ തുടങ്ങുവാണെങ്കിൽ I have to show this is a projection. അത് വളരെ സിമ്പിൾ ആണ്. സോ നേരത്തെ അതേ കണ്ടീഷനിൽ തന്നെ നമുക്കറിയാം y1 subset of y2 is equivalent to this condition. ഈ കണ്ടീഷൻ വെച്ച് you can get this condition, and from this condition you will get this. ഓക്കെ, സോ റിവേഴ്സ് പ്രോസസ്സ് വളരെ ഈസിയാണ്. സോ ഇത് കിട്ടി കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഈ സാധനം is equal to p2 minus p1 എന്ന് കിട്ടും. സോ this reverse is actually very easy because you know these two conditions are equivalent. ഓക്കെ, സോ റിവേഴ്സ് ഓൾസോ യു ക്യാൻ ഡു ഇറ്റ്. ഇനി അടുത്തതിൻ്റെ വേറെ കാര്യം എന്ന് വെച്ചാൽ എന്താണ് ഇതിൻ്റെ ഇമേജ്. സോ ബേസിക്കലി എന്താണ് പി ഓഫ് എച്ച് എന്ന് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സോ പി ഓഫ് എച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി സോ ഇഫ് p2 minus p1 is a projection, then p of h വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ആക്ച്വലി ദ ഓർത്തോഗണൽ കോംപ്ലിമെന്റ് ഓഫ് y1 in y2. Okay, so already you know that y2 contains this y1. ഓക്കെ, സോ ബേസിക്കലി y2 വലുതാണ്, y1 ചെറുതാണ്. സോ ഇതാണ് y1. സോ ഇതിൻ്റെ ഓർത്തോഗണൽ കോംപ്ലിമെന്റ് പറയുന്നത് ഇതിൻ്റെ പുറത്തേക്കുള്ള സാധനം വരും, അത് y2ലുള്ള സാധനം. സോ ഐ ക്യാൻ റൈറ്റ് ദിസ് ആസ് y2 ഇന്റർസെക്ഷൻ y1 കോംപ്ലിമെന്റ്. സോ y1 പെർപ്പ്. ഓക്കെ, സോ ദിസ് ഈസ് ദ പി ഓഫ് എച്ച് എന്നുള്ളതാണ് നെക്സ്റ്റ് പ്രൂവ് ചെയ്യാൻ പോകുന്നത്. അത് വളരെ സിമ്പിൾ ആണ്. സോ വിൽ പ്രൂവ് ദാറ്റ് ഇഫ് p2 minus p1 is a projection, then p of h is actually equal to this y2 minus y1 പെർപ്പ്. ഓക്കെ, സോ y is equal to p of h എന്നാണ് ഞാനിപ്പോൾ നോക്കുമ്പോൾ അത് I'll show that this is actually equal to y2 intersection y1 പെർപ്പ് എന്ന് ഞാൻ കാണിക്കാൻ പോകും. ഓക്കെ, സോ if you have if y is equal to some p of x ആണെന്ന് വിചാരിക്കുക. So this is actually equal to p2 minus p1 into x. What happens when you take p2 of y? Okay, so p2 of y വരുമ്പോൾ എന്താ സംഭവിക്കുക. സോ ഇത് വേണമെങ്കിൽ എനിക്ക് p2x minus p1x എന്ന് എഴുതാം. സോ p2 of y എടുത്തു കഴിഞ്ഞാൽ എന്ത് വരും. That is actually p2 of p2 minus p1 of x വരും. അതായത് I will be getting p2 square x minus p2 p1x. So that is actually equal to p2x minus
എന്താ പറയുക, P2x മൈനസ് P2 P1 is same as P1x, P1x വരും. സോ ദാറ്റ് ഈസ് ആക്ച്വലി ഈക്വൽ ടു P of x എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ y തന്നെ വരും. ഓക്കെ, സോ P2 of y എടുത്തു കഴിഞ്ഞാൽ ഐ എം ഗെറ്റിംഗ് y. സോ ദിസ് P2 of y is സെയിം ആസ് y. സോ ദിസ് മീൻസ് y ബിലോങ്സ് ടു y2 അല്ലേ? ആ പ്രൊജക്ഷൻ എന്നല്ല ഉദ്ദേശിക്കുന്നത്. സോ അതിലെ തന്നെ സാധനമാണെങ്കിൽ അതിൻ്റെ ഇമേജ് എടുത്തു കഴിഞ്ഞാൽ അത് കിട്ടുള്ളൂ. സോ y ബിലോങ്സ് ടു y2. ഓക്കെ, ഇനി P1 ആയിട്ട് എന്താ ബന്ധം? P1 of y എടുത്താലോ? P1 of y എടുത്തു കഴിഞ്ഞാൽ വിൽ ബി ഗെറ്റിംഗ് P1 P2x മൈനസ് P1 സ്ക്വയർ ഓഫ് x വരും, ഇവിടെ ഇട്ട് കൊടുക്കുകയാണ്. സോ ദാറ്റ് ഇസ് P1 P2x മൈനസ് P1x ആണ്. ബട്ട് P1 P2x is same as P1 P1. So this means this is actually 0. So that means P1 of y 0 എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ? y belongs to your y1 പെർപ്പിലാണ്. സോ യു ഹാവ് y belongs to y2 intersection y1 പെർപ്പ്. ഓക്കെ, സോ ദാറ്റ് ഇസ് ക്ലിയർ. സിമ്പിൾ ആണ്. ഇനി തിരിച്ചുള്ളത്, അതായത് ബേസിക്കലി സപ്പോസ് യു ഹാവ് ടു ഷോ ദാറ്റ് സപ്പോസ് യുവർ v ഈസ് y2 intersection y1 പെർപ്പ് എന്ന് വിചാരിക്കുക. ഐ ഹാവ് ടു ഷോ ദാറ്റ്. സോ നൗ യു ഹാവ് ഷോൺ ദാറ്റ് എന്താ പറയുക, ഇപ്പം എന്താ കാണിച്ചാൽ നമുക്ക് okay, വൈയിലുള്ളൊരു എലിമെന്റ് എടുത്തു, വി ഷോ ദാറ്റ് ഇറ്റ് ബിലോങ്സ് ടു. സോ ഹാവ് ഷോ ദാറ്റ് ദിസ് കണ്ടെയ്ൻസ് ദിസ് ആക്ച്വലി കണ്ടെയ്ൻസ് യുവർ y എന്ന് കാണിച്ചു. തിരിച്ച് ഐ ഹാവ് ടു ഷോ ദാറ്റ് y ഈസ് എ സബ്സെറ്റ് ഓഫ് ഏതാണ് v2 intersection sorry y2 intersection y1. I have to show that. So y2 is y is a subset of this okay, we have proved that this contains y. So now this is already കാണിച്ചു. Then I show that y should contain this. അതുകൊണ്ട് തിരിച്ച് കാണിച്ചു കഴിഞ്ഞാൽ now we'll get that. ഇതും കൂടെ കാണിച്ചു കഴിഞ്ഞാൽ we'll have y is equal to y2 intersection y1. ആദ്യം നമ്മൾ കാണിച്ചു വൈയിലുള്ള എലമെന്റ് എടുത്ത് ഇതിനകത്തുണ്ടെന്ന് കാണിച്ചു. So this is superset of y. Now I will take an element of this and I will show that this is contained in y. Okay, so let v. So അതാണ് ഇവിടെ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ നമ്മളിവിടെ എടുക്കാൻ പോവാണ്. സോ ഒരു കാര്യം കൂടെ നോക്കാം. സോ ലെറ്റ് v be element of y2 intersection y1 per. I have to show that v is an element of y. ഇതാണ് എനിക്കിവിടെ കാണിക്കേണ്ടത്. ഓക്കെ, ഇനി ആലോചിച്ച് നോക്കിയേ, ഈ y1 പെർ. സോ ആ പ്രൊജക്ഷനിലേക്ക് കാര്യങ്ങൾ ആലോചിക്കുക. പ്രൊജക്ഷൻ y1 ആണ്. ഇപ്പോൾ P1 ആലോചിക്കുക. P1 നമ്മൾ എങ്ങനെ ചെയ്യുന്നത്? P1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ P1 of x എന്ന് പറഞ്ഞാൽ യു ആർ ഗോയിങ് ടു റൈറ്റ് ഇറ്റ് ആസ് y plus z, where y element of your y1 and z element of your y1 perp. And also we have discussed that this y1 perp എന്ന് പറഞ്ഞാൽ ആക്ച്വലി വരാൻ പോകുന്നു പറഞ്ഞു കഴിഞ്ഞാൽ 1 മൈനസ് യുവർ P1 i മൈനസ് യുവർ P1 ആണ്. ഓക്കെ, സോ ഐ മൈനസ് P1 ആണ് അതിൻ്റെ. സോ ബേസിക്കലി ഐ മൈനസ് P1ൻ്റെ പ്രൊജക്ഷനാണ് y1 പെർപ്പിൽ ഉണ്ടാവുക. ഓക്കെ, സോ നമ്മുടെ v എന്ന് പറഞ്ഞ സാധനം y2 ഇന്റർസെക്ഷൻ y1 പെർപ്പിൽ വരണമെന്നുണ്ടെങ്കിൽ സംഭവിക്കുന്ന വെച്ചാൽ ബേസിക്കലി y2ലും ഉണ്ടായിരിക്കണം. സോ അതുപോലെ y2ലും ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ y1 പെർപ്പിലും വരണമെന്ന് പറഞ്ഞാൽ ബേസിക്കലി അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എലമെന്റ് ഈ ഐ മൈനസ് P1ൻ്റെ പ്രൊജക്ഷനായിട്ട് വരണം. ഐ മൈനസ് P1ൻ്റെ പ്രൊജക്ഷൻ വരുമ്പോഴാണ് y1 പെർപ്പ് വരാൻ പോകുന്നത്. സോ ഐ മൈനസ് P1ൻ്റെ പ്രൊജക്ഷനിലും ഉണ്ടായിരിക്കണം, അതുപോലെ തന്നെ y2ലും ഉണ്ടായിരിക്കണം. സോ ദിസ് എലമെന്റ്സ് വിൽ ബി ദിസ് v വിൽ ബി ഓഫ് ദ ഫോം ഐ മൈനസ് P1 ഓഫ് y2. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ v എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ y2ലും ഉണ്ടാവണം. സോ ഇറ്റ് ഇസ് y2 ടൈപ്പ് ആണ്. അതുപോലെ തന്നെ y1ൻ്റെ പ്രൊജക്ഷനിലായിരിക്കും, y1ൻ്റെ പെർപ്പിൻ്റെ പ്രൊജക്ഷനിൽ y1ൻ്റെ പെർപ്പിലായിരിക്കും പറയുന്നത്. y1 ഉണ്ടാവും, y1ൻ്റെ കമ്പോണൻറ്റ് കളയണം. y1ൻ്റെ കമ്പോണൻറ്റ് കളയാൻ വേണ്ടിയിട്ട് ആകെ. സോ ഇവിടെ P1 അപ്ലൈ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇസഡിൻ്റെ കമ്പോണൻറ്റ് y1 പെർപ്പിൻ്റെ കമ്പോണൻ്റ് ആണ് പോകുന്നത്. അതേസമയം ഐ മൈനസ് P1 ആണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ വൈയുടെ പോവും, ഈ ഇസഡിൻ്റെ കമ്പോണൻറ്റ് കിട്ടും. സോ എനിക്ക് y2ൽ വേണം, അതുപോലെ തന്നെ y1 പെർപ്പി വേണമെങ്കിൽ ഐ ഹാവ് ടു അപ്ലൈ ദിസ് ഐ മൈനസ് P1. ഈ ഒരു കമ്പോണൻറ്റ് അപ്ലൈ ചെയ്യുമ്പോഴാണ് എനിക്കത് കിട്ടാൻ പോകുന്നത്. സോ ഇതിനകത്തുള്ള ഒരു എലമെൻറ്റിൻ്റെ ഫോം എന്ന് പറഞ്ഞാൽ ഇതായിരിക്കും. ഓക്കെ, ഇഫ് ഇറ്റ്സ് y2 ക്ലിയർ ആണ്. y2 y2 ഫോമിലായിരിക്കും. y1 പെർപ്പും കൂടെ ഉണ്ടാവണമെങ്കിൽ ഈ പറഞ്ഞ y1 എലമെന്റ് കളയാൻ വേണ്ടിയിട്ട് ഐ ഹാവ് ടു അപ്ലൈ ഈ പ്രൊജക്ഷൻ അതാണ് ചെയ്യുന്നത്. ഇപ്പോൾ y പ്ലസ് z ആണെങ്കിൽ y പെർപ്പിൻ്റെ സാധനം കളയുക. P1 x എടുക്കുകയാണെങ്കിൽ സംഭവിക്കാന്ന് വെച്ചാൽ ഇത് കളഞ്ഞിട്ട് y മാത്രമേ റീറ്റെയിൻ ചെയ്യുള്ളൂ. ഓക്കെ, അതുപോലെ ഐ മൈനസ് P1 അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഇത് ഐ മൈനസ് P1 അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഇത് പോയിട്ട് ഇത് മാത്രമേ റിട്ടേൺ ചെയ്യും. P1 വയ്ക്കുകയാണെങ്കിൽ z പോവും, y ഉണ്ടാവും. ഐ മൈനസ് P1 അപ്ലൈ ചെയ്യുകയാണെങ്കിൽ z ഉണ്ടാവും, y പോവും. ഓക്കെ, സോ ബേസിക്കലി y2 ഉണ്ട്, അതുപോലെ തന്നെ y1 പെർപ്പിൽ വരണമെങ്കിൽ ഐ മൈനസ് P1 അപ്ലൈ ചെയ്തിട്ട് y1ലേക്കുള്ള കോമ്പൗണ്ട് നമ്മൾ കളയണം. സോ എനി v വിൽ ബി ഓഫ് ദിസ് ഫോം. ഓക്കെ, നൗ ഐ ഹാവ് ടു ഷോ ദാറ്റ് ദിസ് v ഈസ് നൗ ലൈയിങ് ഇൻ മൈ y. y എന്ന് പറഞ്ഞാൽ എന്താണ്? P of h ആണ്. അതായത് ബേസിക്കലി ഇറ്റ് ഈസ് ഓഫ് ദ ഫോം P2 മൈനസ് P1 അല്ലെ, P2 മൈനസ് P1 ഓഫ് ആ സാധനം, ആ ഓപ്പറേറ്റർ. സോ ആ ഫോമിൽ വന്ന് കിടക്കുകയാണെന്നുള്ളത് കാണിക്കുന്നത്. അതിന് വേണ്ടി ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ഐ അപ്ലൈ P of v. എന്താണ് P of v? P
പി ഓഫ് സോ ഇതിവിടെ കിടക്കണമെങ്കിൽ ഐ ഹാവ് ടു ഷോ ദാറ്റ്. സോ ഈ വി എന്ന് പറഞ്ഞ പി ഓഫ് എച്ച് കിടക്കണമെങ്കിൽ ഐ ഹാവ് ടു ഷോ ദാറ്റ് പി ഓഫ് വി ഷുഡ് ബി ഈക്വൽ ടു വി. അതുകൊണ്ടാണല്ലോ പി ഓഫ് വി എടുത്താൽ സെയിം തന്നെ കിട്ടണമെങ്കിൽ ദാറ്റ് മീൻസ് ദാറ്റ് വി ഈസ് ആക്ച്വലി ലൈങ് ഇൻ യുവർ ദിസ് തിങ്. സോ ഈ വി എന്ന് പറഞ്ഞ സാധനം വൈ കിടക്കണമെങ്കിൽ ഐ ഹാവ് ടു ഷോ ദാറ്റ് പി ഓഫ് ദാറ്റ് എലമെന്റ് എടുത്തു കഴിഞ്ഞാൽ അത് തന്നെ കിട്ടണം. ഓക്കെ, സോ പി ഓഫ് വി ഷുഡ് ബി ഈക്വൽ ടു വി, ഇത് കിട്ടണം. സോ ലെറ്റ് us try to see this. So പി ഓഫ് വി ഈസ് ഈക്വൽ ടു പി എന്ന് പറഞ്ഞാൽ പി ടു മൈനസ് പി വൺ ഇൻറ്റു I minus P1 of your Y2. Okay, so what is this? Now multiply this. So this is actually P2 minus P2 P1 ഉണ്ടാവും. Okay, minus P1 ഉണ്ടാവും plus P1 square of Y2 ഉണ്ടാവും. Okay, so that is actually P2 P1 P1 സെയിം തന്നെയാണ്. P1 സ്ക്വയർ എന്ന് പറഞ്ഞാൽ P1 തന്നെയാണ്. സോ അത് രണ്ടും ക്യാൻസൽ ആയി പോകും. സോ ബേസിക്കലി യു വിൽ ബി ഗെറ്റിംഗ് P2 മൈനസ് P2 P1 ഓഫ് Y2 വരും. പക്ഷേ P2 P1 എന്ന് പറഞ്ഞാൽ P1 തന്നെയാണ്. സോ ഇറ്റ് ഇസ് P2 മൈനസ് P1 ഓഫ് യുവർ P2 മൈനസ് P1 ഓഫ് യുവർ Y2 വരും. ബട്ട് വാട്ട് ഇസ് ദിസ് P2 മൈനസ് P1 ഓഫ് യുവർ Y2? സോ ദാറ്റ് ഇസ് ആക്ച്വലി P ഓഫ് Y2 വരും. P of Y2 വരും. സോ P ഓഫ് V എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യു ആർ ഗെറ്റിംഗ് ഇറ്റ്. സോ P ഓഫ് സോ P2 മൈനസ് P1 ഓഫ് Y2 എന്ന് പറഞ്ഞാൽ സോ P2 മൈനസ് P1 ഓഫ് Y2 എന്ന് പറഞ്ഞാൽ ഇറ്റ് സെയിം ആസ് P ഓഫ് V. സോ യു ആർ ഗെറ്റിംഗ് P ഓഫ് V കിട്ടും. സോ യു ആർ ഗെറ്റിംഗ് ഹിയർ ഇവിടെ വരുമ്പോൾ എന്താ പറയുക, P2 മൈനസ് P1 ഓഫ് Y2 വരും. സോ P2 മൈനസ് P1 ഓഫ് Y2 എന്ന് പറയുമ്പോൾ എന്താ, സോ P2 മൈനസ് P1 ഓഫ് Y2 വരും. പക്ഷേ എന്താണ് P2 Y2? P2 Y2 എന്ന് പറഞ്ഞാൽ യു വിൽ ബി ഗെറ്റിംഗ് സെയിം ആസ് Y2 അല്ലേ. P2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ Y2ലുള്ള പ്രൊജക്ഷൻ കിട്ടും. സോ വിൽ ബി ഗെറ്റിംഗ് Y2 വരും മൈനസ് P1 Y2 അവിടെ ഉണ്ടാവും. സോ ദിസ് ഇസ് ആക്ച്വലി ഓഫ് ദ ഫോം Y2 മൈനസ് P1 Y2 വരും. അതായത് Y2 പുറത്തേക്ക് എടുത്താൽ I മൈനസ് P1 ഓഫ് Y2 വരും. I മൈനസ് P1 ഓഫ് Y2 വരും. അതായത് നിങ്ങളുടെ V വരും. ഓക്കെ, സോ P ഓഫ് V എടുത്തു, യു ആർ ഗെറ്റിംഗ് V. സോ ദിസ് മീൻസ് ദാറ്റ് എന്ത് കിട്ടി, ഈ y ഈ ഒരു സാധനവും അവിടെ വൈയിലായിരിക്കും കിടക്കുക. സോ ദാറ്റ് മീൻസ് യുവർ y ഈസ് ആക്ച്വലി ഓഫ് ദ ഫോം y2 ഇന്റർസെക്ഷൻ y1 per. ഓക്കെ, സോ ഇതാണ് ഡിഫറൻസ് ഓഫ് എ പ്രൊജക്ഷൻ ഓഫ് ദിസ് തിങ്. ഓക്കെ, സോ ദാറ്റ് കംപ്ലീറ്റ്സ് ദിസ് മൊഡ്യൂൾ. സോ ഓക്കെ, താങ്ക് യു.